അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓക്കെ ആയിട്ട് വരുമ്പോൾ എഗെയിൻ ആ തോട്ട്സ് വരും. അതും ഒപ്പം ഒരു ഫ്ലോറിൽ നിന്ന ആളുകൾ സൂചിച്ചേട്ടൻ ഇല്ലാത്തൊരു സമയത്ത് ആ വീട്ടിലേക്ക് ലക്ഷ്മി നക്ഷത്രം കയറി ചെല്ലുമ്പോൾ അത് വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ സ്റ്റിൽ അവർ ആ വീട്ടിലേക്ക് പോകുന്നു, അവിടെയുള്ള അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, അവർക്ക് അവരുടെ 2 ദിവസം മുന്നേ ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ വീട്ടിൽ പോയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വീഡിയോസ് എല്ലാം ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോ ട്രെൻഡിങ് ആണ്. 1 മില്യൺ അടുപ്പിച്ച് വ്യൂസും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറെ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം വേറെ ഒന്നുമല്ല, പുള്ളിക്കാരത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പം അവിടുത്തെ സിറ്റുവേഷൻസ്, കാര്യങ്ങൾ, പിന്നെ പിള്ളേരുടെയൊക്കെ വിഷമങ്ങൾ, പിന്നെ വൈഫിന്റെ ഒക്കെ വിഷമങ്ങൾ കാണുമ്പോൾ ഉള്ള BGM, മ്യൂസിക്, ഇതെല്ലാം കൂടെ കുത്തിക്കയറ്റി. അപ്പം അത് ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ഈ ആൾക്കാരുടെ സിമ്പതി പിടിച്ചു വെട്ടാനോ ഭയങ്കര അല്ലെങ്കിൽ വ്യൂസിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരു പല പല രീതിയിലുള്ള ടോക്കുകൾ ഉണ്ടായിരുന്നു. അത് പേഴ്സണലി ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുമില്ലായിരുന്നു. അപ്പം ഈ ഒരു കേസ് എനിക്ക് കണ്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു സീരിയൽ കാണുന്നതൊക്കെ പോലെ ഒരു രീതിയിലൊക്കെ ചില കാര്യങ്ങളിൽ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. ശ്രുതി മരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഭയങ്കര കരഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോ ഇട്ട്. അതിനും കുറെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. എന്തിനിങ്ങനെ ചെയ്യണം, കാര്യം ക്ലോസ് സർക്കിളിലുള്ള ആരെങ്കിലും നമ്മുടെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും വന്ന് വീഡിയോ ആയിട്ട് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ ആർക്കും പേഴ്സണലി അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അത്. അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പം വീണ്ടും ഇതേ കണക്ക് ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. കുറെ പേര് അങ്ങനെ കമന്റ്സ് ഒക്കെ അതിനകത്തുണ്ട്, കാണാൻ പറ്റും. ഇപ്പൊ കുറച്ച് മുന്നേ സായിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, സീക്രട്ട് ഏജന്റിന്റെ. അപ്പം സായിയും ഇതേ സെയിം കുറച്ച് കാര്യങ്ങളാണ് പറയണത്. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓക്കെ ആയിട്ട് വരുമ്പോൾ എഗെയിൻ ആ തോട്ട്സ് വരും. അതും ഒപ്പം ഒരു ഫ്ലോറിൽ നിന്ന ആളുകൾ സൂചിച്ചേട്ടൻ ഇല്ലാത്തൊരു സമയത്ത് ആ വീട്ടിലേക്ക് ലക്ഷ്മി നക്ഷത്രം കയറി ചെല്ലുമ്പോൾ അത് വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ സ്റ്റിൽ അവർ ആ വീട്ടിലേക്ക് പോകുന്നു, അവിടെയുള്ള അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, അവർക്ക് അവരുടെ എന്താ പറയുക ടോയ്സ് മേടിച്ചു കൊടുക്കുന്നു കുട്ടികൾക്ക്. അതൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷെ എനിക്കിതിൽ ഈ ഒരു കോണ്ടന്റിനകത്ത് ഒരു ഓവർ ഡോസ് പോലെ ഫീൽ ചെയ്തത് ഇതിലെ BGM ഇട്ട് ഉള്ള ആ ഒരു എഡിറ്റിങ്ങും ആ BGM വെച്ച സ്ഥലങ്ങളുമാണ്. അതെനിക്ക് എന്തോ ഒട്ടും അങ്ങോട്ട്, എനിക്ക് പേഴ്സണലി അതിപ്പോൾ കാണുന്ന നിങ്ങൾക്ക് എനിക്കറിയില്ല, എനിക്ക് ഒട്ടും പേഴ്സണലി അത് ഡൈജസ്റ്റ് ആയിട്ടില്ല. ഓക്കെ, അത് തന്നെ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. കാര്യം അത് നമുക്കത് കമന്റ്സ് കാണുമ്പോൾ മിക്ക കാര്യങ്ങളും അറിയാം. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട്. 2 മില്യൺ അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. അപ്പം എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പൊ ചിലവർക്ക് അത് കണ്ടിട്ട് ഇഷ്ടമാവുമായിരിക്കാം. പിന്നെ BGMന്റെ കേസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, കാര്യം ഈ 2 മില്യൺ സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള ചാനൽ ഇത് ഫുള്ള് പ്രൊഫഷണൽ സെറ്റപ്പാണ്. കാര്യം എഡിറ്റേഴ്സ് ഒക്കെ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ക്യാമറ എഡിറ്റ് ചെയ്യുന്നതും ഇവർക്ക് ഒരു ക്രൂ കാണും. അപ്പോൾ ആ ഒരു ക്രൂവിൽ ഇവർ തന്നെ ആയിരിക്കും ഈ പറയുന്ന എഡിറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന പരിപാടി ആയിരിക്കാം. മേ ബി ഇതൊക്കെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ, അതോ മനഃപൂർവ്വം ഇങ്ങനെ വേണ്ടി ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ക്യാമറ കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ സുധിയുടെ വൈഫ് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. അപ്പം അതിൽ ഭയങ്കര സർപ്രൈസ് ആയിട്ട് കാണിക്കുന്ന പോലെ, പക്ഷെ അതും ഉള്ളിൽ ക്യാമറ വെച്ചിട്ട് രീതിയിലാണ് അത് ഷൂട്ട് ചെയ്ത് കാണിച്ചേക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് എന്താ, ഇതിപ്പം മനഃപൂർവ്വം അഭിനയിക്കുവാണോ, സുധി വെച്ചിട്ട് ഇത്രയും കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പറയുന്ന ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഈ പറയുന്ന ഫാമിലിക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറെ പേർക്ക് ഓഫ്കോഴ്സ് എല്ലാവരും പോലെ ചോദ്യം നമുക്ക് എല്ലാവർക്കും കാണും. പക്ഷേ ലക്ഷ്മിയെ സംബന്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഈ പറയുന്ന സുധിയുടെ വൈഫ് തന്നെ പറയാതെ പറയുന്നുമുണ്ട്. അത് മാത്രമല്ല അവരെല്ലാം ആക്ച്വലി എന്താ പറയണ്ട, ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് സുധി ചേട്ടനും ഈ ലക്ഷ്മി നക്ഷത്രമൊക്കെ ഇവരൊക്കെ ഒരേ ആ ഒരു ഷോയിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ എന്താന്ന് വാക്യം കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, ചില പോർഷൻസ് ഒക്കെ എന്തിനടാ ഇങ്ങനെ എടുത്തു വെച്ചെന്നുള്ളൊരു ഫീലിംഗ് ആണ് തോന്നിയത്. ആൻഡ് അതിലൊരു പോർഷനിൽ ഫസ്റ്റ് വീഡിയോക്കകത്ത് അവർ ഒരു പ്രമോഷൻ്റെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സുധിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് ഒരു പ്രമോഷൻ്റെ ഒരു പാട്ട് എന്തിനു വെക്കണം, എന്തിനു പ്രമോഷൻ്റെ പാട്ട് അതിൽ വെച്ചെന്നുള്ളതൊക്കെ ഞാനും യൂട്യൂബും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ അവിടെ, അതായത് എൻ്റെ വ്യൂവേഴ്സ് സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവരെ ഇപ്പം എങ്ങനെയാണ് അല്ലെങ്കിൽ അവരൊന്ന് സന്തോഷിക്കുന്നത് വ്യൂവേഴ്സ് കൂടി കാണട്ടെ എന്നുള്ള രീതിക്ക് പോകുമ്പോൾ അതിനകത്തോട്ട് ഈ പ്രൊമോഷൻ സാധനങ്ങളും കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഈ ഓവർഡോസ് BGM ഇടുന്നതിനോടും എനിക്കെന്തോ പേഴ്സണലി ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ പ്രൊമോഷൻ ആഡ് ചെയ്തെന്ന് പറയുമ്പം ഇപ്പം ഇത്രയൊക്കെ വലിയ ചാനൽസ് ആകുമ്പം അവർക്ക് എന്തായാലും പ്രൊമോഷൻസ് ഒരുപാട് മേ ബി വന്ന് കിടക്കാം അല്ലേ. അപ്പം അല്ലെങ്കിൽ അവരിങ്ങനെ ഈ ഡേ ബൈ ഡേ വീഡിയോസ് ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ
എല്ലാവരും ഷോർട്സ് ഇപ്പോൾ ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഷോർട്സിനകത്ത് വരെ ഒരുപാട് പ്രൊമോഷൻ ആഡുകളൊക്കെ ചെയ്യുന്ന കാണാം. അപ്പം ഇതിനകത്ത് ചെയ്തതിനകത്തോട്ട് അത് അവരുടെ പ്രൊഫഷനാണ്. ഈ ഒരു സാധനം യൂട്യൂബ് അവർ അതേപോലെ കൊണ്ടു കിടക്കുന്നു. അപ്പോൾ അവരതിനകത്ത് അവരുടെ അഡ്വർടൈസ്മെന്റ് അവർ മാർക്കറ്റ് ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് ഇപ്പം എന്താ പറയണ്ടേ, ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നടക്കുമ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും അവർക്കുള്ള പേഴ്സണൽ ബെനിഫിറ്റ്സ് നോക്കിയിട്ടല്ലേ അവരെല്ലാവരും കൊണ്ടു നടക്കുന്നത്. ഇപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ കണ്ടവന്റെ കുടുംബം നന്നാക്കാനല്ലല്ലോ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നതെന്ന് പറയുന്ന കണക്ക് എല്ലാവർക്കും പൈസ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാര്യം ഈ ഒരു ഫീൽഡിൽ എല്ലാവരും എന്തിനാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്? മണി തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇന്റൻഷൻ, പൈസയാണ്. അപ്പം പൈസയുടെ കാര്യം വരുമ്പം എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ സായി ഇതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ സായിക്കും തീർച്ചയായിട്ടും പൈസ കിട്ടും. അവർ ഇതേണൊക്കെ പ്രൊമോഷന്റെ കാര്യങ്ങൾ അവർ ചെയ്യുമ്പം അവർക്ക് അതിൻ്റെതായിട്ടുള്ള പേഴ്സണൽ ബെനിഫിറ്റ്സ് അവർക്ക് തീർച്ചയായിട്ടും കാണുമായിരിക്കും. ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അഡ്വർടൈസ്മെന്റ്സ് വരും, അതിന്റെ കൊളാബും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന് നമുക്കൊരിക്കലും ആ ഒരു കാര്യം പറഞ്ഞ് ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ BGMന്റെ കാര്യം കുറച്ചൊന്ന് ഒഴിവാക്കാമായിരുന്നു, അതായിരുന്നു ഏറ്റവും ബെറ്റർ. പിന്നെ അത് മാത്രമല്ല, ലക്ഷ്മി നക്ഷത്ര പറയുന്ന ഒരു കാര്യമുണ്ട് ആ വീഡിയോയില്, ഈ ശ്രുതിയുടെ വീടും ഈ പരിസരവും ഇങ്ങനെയുള്ള സിറ്റുവേഷനും വളരെ മോശമായിട്ടുള്ള, അതായത് ഫിനാൻഷ്യലി ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് അത് ആരോടെയും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യർക്കും അത് അറിയില്ലായിരുന്നു എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഞാൻ അത് വെക്കാമെന്ന് കേട്ടു നോക്കാം. പോലെയാണ് സൂചേട്ടനാണെങ്കിലും അങ്ങനെയാ. പക്ഷേ ഫ്ലവേഴ്സിലാണെങ്കിലും സ്റ്റാർ മാജിക്കിലാണെങ്കിലും നമ്മളോട് ആരോടും ഇങ്ങനൊരു അവസ്ഥയാണ് സുധിച്ചേട്ടൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരിയല്ലേ? അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയണത് ഇവന്റെ, അതായത് രേണു സ്ഥിരമായിട്ട് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിന് വന്നുകൊണ്ടിരുന്നതാ. രേണു ആണെങ്കിലും കിച്ചു ആണെങ്കിലും ഠമാർ പടാറിന് റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരുന്നതാ. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോ പിന്നെ സുചേട്ടൻ പറയണേ, രേണുവിനെ കുറച്ച് വയ്യ. എന്താ ചോദിച്ചു, അല്ല കുറച്ച് വയ്യ. അതെന്താ ചേട്ടാ കുറച്ച് വയ്യ, അങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞില്ല. കാര്യം അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ള കാര്യം ഒരിക്കലും പുള്ളിക്കാരൻ സുചേട്ടൻ ആർക്കും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് പുള്ളിയുടെ ക്വാളിറ്റിയാണ്. അത് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇപ്പം വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിലോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അത് മാർക്കറ്റ് ചെയ്ത് പൈസ ഒപ്പിക്കുക എന്ന് പറയുന്നതിനകത്തോട്ട് ഒരിക്കലും വലിയ യോജിപ്പില്ല ആ ഒരു കാര്യത്തിൽ. പക്ഷെ പുള്ളിക്കാരൻ എന്ത് വിഷയം ഉണ്ടെങ്കിലോ അത് പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് പുള്ളി കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. ഇത് കുറച്ച് നാൾക്ക് മുന്നേ ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ വൈഫിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ജോഷ് ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലില്. ആ ചാനലിനകത്ത് പുള്ളിക്കാരത്തി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഈ പറയുന്ന സുധിയുടെ വൈഫ് കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവാണ്. അപ്പം മരിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം റീൽസ് കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം വന്ന് ഇവള് രണ്ടാമത് കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുവാണ്. അതുമാത്രമല്ല ഒരുപാട് പൈസ ഒപ്പിച്ചു. കാര്യം സുധി മരിച്ചതിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ എന്താ പറയണ്ടേ, വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഒരു ചർച്ച വന്നപ്പം പുള്ളിക്കാരത്തിയുടെ തന്നെ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിനകത്തൊരു ചെറിയൊരു പോർഷൻ ഞാൻ വെക്കാം. എന്താ അവൾക്ക് ഇതാണ്ടേ കോടികളുടെ പൈസ ആകുന്നു, വീടാകുന്നു, പിന്നെ അവൾക്ക് എന്ത് വേണം? ഞാൻ ഇത് കേട്ടിട്ടാണ് ഇങ്ങനെ അറിയുന്നത്. കാരണം ഇങ്ങനെയും പറയുന്നവരുണ്ടോ എന്ന് ഉണ്ടല്ലോ. അപ്പൊ അത് ആ ഒരു ടോക്ക് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി തന്നെ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. അതിന്റെ നല്ല കാര്യമാണ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ രണ്ടാമത് കല്യാണം കഴിക്കണം എന്നുള്ളൊരു കാര്യം ആൾക്കാർ പറയുമ്പോൾ പോലും, ആൾക്കാർ പറഞ്ഞു നടക്കുന്നു പറയുമ്പോഴും നിങ്ങൾക്ക് അതിനകത്ത് കമന്റ്സും സപ്പോർട്ടും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് പറയണത് ശരിക്കും പറഞ്ഞാൽ രേണു വേറെ കല്യാണം കഴിക്കണം, ഇങ്ങനെ പോകാൻ നല്ല രീതിയിൽ ലൈഫ് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ ലൈഫിനെ പറ്റിയിട്ടും ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് കോടികൾ ഇതിനൊക്കെ കിട്ടി എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അവരുടെ സിറ്റുവേഷനൊക്കെ കാണുമ്പോഴും ഇപ്പോഴും വളരെ മോശമായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തൊരു കാര്യം. പിന്നെ ഇപ്പോൾ പുള്ളിക്കാരത്തിയുടെ സ്റ്റഡീസൊക്കെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. അതൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ലക്ഷ്മി നക്ഷത്രത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വലിയ കാര്യം. പക്ഷെ ഈ ഒരു സംഭവം ഒരു സീരിയൽ പോലൊക്കെ ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നെഗറ്റീവ് വരും. ഇപ്പം എന്തിനാ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു സീരിയൽ കണ്ട ഒരു രീതി പോലൊക്കെ അത് ഫീൽ ചെയ്യത്തുള്ളൂ. കാര്യം ഇത് ക്രിയേറ്റ് ചെയ്തതാണല്ലോ എന്നൊരു പക്ഷേ ചിലവർക്കൊക്കെ കാണാം. കാര്യം സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അഫ്കോഴ്സ് അതിനകത്ത് നെഗറ്റീവ് ആയിരിക്കാം പകുതി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.